ഹായ് ഹലോ ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ മൂൺ എന്നൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ പ്ലാനറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മൂണിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് മൂണിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ദൗത്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. മൂൺ എന്ന് പറഞ്ഞാല് എർത്തിന്റെ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ഓൺലി സാറ്റലൈറ്റ് എന്നല്ല, നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുത്തു പറയണം. നാച്ചുറൽ സാറ്റലൈറ്റ്, എർത്തിന് ആകെയുള്ള ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. ബാക്കിയുള്ള സാറ്റലൈറ്റ്സ് ഒക്കെ എന്താണ്, നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് അല്ലെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതല്ലാണ്ട് ഉള്ളത് ഏതാണ്, മൂൺ മാത്രമാണ്. മൂണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3475 കിലോമീറ്റർ ഡയമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി ഉള്ളത്. ദെൻ അതിന്റെ സർക്കംഫറൻസ് ഒരു സ്ഫിയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. സോ സർക്കംഫറൻസ് ഉണ്ടാവും. അത് എത്രയാണ്, 10,864 കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്. ഓർബിറ്റ് എങ്ങനെയാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഓക്കെ, മൂണിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ആണ്. മൂണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് സെലനോളജി. സെലനോളജി എന്നാണ് സ്റ്റഡി ഓഫ് മൂൺ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് മൂണിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എർത്തിൽ നിന്നും മൂണിലേക്കുള്ള ഡിസ്റ്റൻസിനെ രണ്ട് രീതിയിൽ പറയാം. എർത്തിൽ നിന്നും മൂണിലേക്കുള്ളത്, എർത്തിൽ നിന്നും മൂണിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് അപ്പോഗി. അപ്പോഗി എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ്. അപ്പോഗി ഈസ് ദ, കാരണം എന്താണ്, എർത്തും മൂണും റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേഷനും റെവല്യൂഷനും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ സമയത്തും ഒരേ ഡിസ്റ്റൻസിൽ വരില്ല. അപ്പൊ അപ്പോഗി എന്ന് പറഞ്ഞാല് അവരിങ്ങനെ റൊട്ടേഷനും റെവല്യൂഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ദാറ്റ് ഈസ് 4,06,000 കിലോമീറ്റർ ആണ് മാക്സിമം ഡിസ്റ്റൻസ്. ഇനി പെരിഗി. പെരിഗി എന്ന് വെച്ചാൽ എന്താണ്, മിനിമം ഡിസ്റ്റൻസ് ആണ്. ഏറ്റവും കുറവ് ദൂരം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 3,64,000 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. മാക്സിമം ഡിസ്റ്റൻസ് എന്നും മിനിമം ഡിസ്റ്റൻസ് എന്നും. മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് 4,06,000 കിലോമീറ്റർ ആണ്. മിനിമം ഡിസ്റ്റൻസ് വരിക 3,64,000 കിലോമീറ്റർ ആയിരിക്കും. അപ്പൊ മൂണ് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സിനോഡിക് മന്ത്. സിനോഡിക് മന്ത് എന്ന് വെച്ചാല് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, എന്താണ്, ലൂണാർ മന്ത് അല്ലെങ്കിൽ ചാന്ദ്രമാസം എന്നൊക്കെ പറയും. ലൂണാർ മന്ത് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുക ചാന്ദ്രമാസം എന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂണ് റവല്യൂഷൻ, സണ്ണിനെ ചുറ്റി വരാൻ എടുക്കുന്ന, അല്ലെങ്കിൽ സണ്ണിനെ റെഫറൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മൂണ് ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അത് നിൽക്കുന്ന പ്ലേസിൽ നിന്നും റവല്യൂഷൻ ചെയ്ത് ഒരു വട്ടം കറങ്ങി പിന്നെയും ആ പ്ലേസിൽ തന്നെ എത്താനായിട്ട് എടുക്കുന്ന സമയമാണ് 1 ലൂണാർ മന്ത് എന്ന് പറയുന്നത്. അത് ഏകദേശം 29.53 ഡേയ്സ് ആണ്. 29.53 ഡേയ്സ്. ആക്ച്വലി പറയുകയാണെങ്കിൽ 29 days 12 hours 44 minutes 2.8 seconds. ഇതാണ് ഒരു സൈനോഡിക് മന്തില് മൂണ് എടുക്കുന്ന ടൈം പീരീഡ് ഫോർ എ റെവല്യൂഷൻ. ഫോർ എ കംപ്ലീറ്റ് റെവല്യൂഷൻ മൂൺ എടുക്കുന്ന സമയമാണ് 29 days 12 hours 44 minutes 2.8 seconds. അത് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര പറയും, 29.53 ഡേയ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് ലൂണാർ മന്ത് അല്ലെങ്കിൽ ചാന്ദ്രമാസം എന്ന് പറയുന്നത്. ഇനി സൈഡറൽ മന്ത്. സൈഡറൽ മന്ത് എന്ന് പറഞ്ഞാല് നക്ഷത്രമാസം എന്നാണ് നമ്മൾ അതിനെ പറയുക. നക്ഷത്രമാസം. നക്ഷത്രമാസം എന്ന് പറഞ്ഞാല് മൂണ്
അതിന്റെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. സൈഡറൽ മന്ത് ആണെങ്കിൽ 27.5 ഡേയ്സ്, 27.5 ദിവസമാണ് എടുക്കുക. പ്രോപ്പർ ആയിട്ട് പറഞ്ഞാല് 27 days 7 hours 43 minutes. ഇത്രയും സമയം എടുത്തിട്ടാണ് മൂൺ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 29.53 ഡേയ്സും ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 27.5 ഡേയ്സുമാണ് മൂണ് എടുക്കുന്നത്. അപ്പം റൊട്ടേഷന്റെ മന്ത്, അതിനെയാണ് നമ്മൾ സൈഡറൽ മന്ത് എന്ന് പറയുന്നത്, നക്ഷത്രമാസം. റെവല്യൂഷൻ എടുക്കുന്ന ടൈം പീരീഡിനെയാണ് സൈനോഡിക് മന്ത് അല്ലെങ്കിൽ ലൂണാർ മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എത്രയാണ് ആ ഒരു ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്, ഈ ഒരു പേരും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് കുറച്ച് ടൈപ്സ് ഓഫ് മൂൺ ഉണ്ട് അല്ലെ. ഇപ്പം നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയും. എന്താണ് സൂപ്പർ മൂൺ? എർത്തിന്റെ ഏറ്റവും അടുത്ത് എത്തുമ്പം ഫുൾ മൂൺ ആയിട്ട് കാണുകയാണെങ്കിൽ, പൂർണ്ണ ചന്ദ്രനായിട്ട് കാണുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയണത്, സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. സൂപ്പർ മൂൺ എന്നാണ് പറയുക. അത് നോർമലി നമ്മൾ കാണുന്ന മൂൺ ആ ഒരു ചന്ദ്രനേക്കാളും സൈസിൽ വലുതുപോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ എന്തായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 15% ബ്രൈറ്റർ ദാൻ നോർമൽ ആയിരിക്കും, 30% ബിഗർ ദാൻ നോർമൽ ആയിരിക്കും. അതാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. സൂപ്പർ മൂൺ ഡേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എർത്തിനോട് ഏറ്റവും അടുത്തെത്തിയിട്ട് ഫുൾ മൂൺ ആയിട്ട് കാണുന്നതാണ് സൂപ്പർ മൂൺ. അടുത്തത് ബ്ലൂ മൂൺ. ഒരു കലണ്ടർ മന്തിൽ തന്നെ നമുക്ക് നോർമലി മൂണിന്റെ റൊട്ടേഷനും റെവല്യൂഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു മാസം നമുക്ക് ഒരു സൂപ്പർ മൂൺ ഡേ മാത്രമേ കാണാൻ പറ്റൂ. ദാറ്റ് മീൻസ് ഫുൾ മൂൺ, ഒരു ഫുൾ മൂൺ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ചില മാസങ്ങളിൽ നമുക്ക് 2 ഫുൾ മൂൺ കാണാൻ പറ്റും. ഓക്കെ, ഒരു കാലണ്ടർ മന്തിൽ തന്നെ 2 ഫുൾ മൂൺ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫുൾ മൂണിനെ, ആദ്യത്തെ ഫുൾ മൂണിനെ നമ്മൾ സൂപ്പർ മൂൺ എന്ന് തന്നെയാണ് പറയുക. രണ്ടാമത്തെ ഫുൾ മൂണിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലൂ മൂൺ എന്ന് പറയുക. ഒരു കലണ്ടർ മന്തിന്റെ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലണ്ടർ മന്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒരു സൂപ്പർ മൂൺ വരും, ആ മന്തിന്റെ തന്നെ എൻഡ് ആവുമ്പോഴത്തേക്കും ഒരു സൂപ്പർ മൂൺ കൂടെ വരും. അപ്പൊ ആ രണ്ടാമത് വരുന്ന സൂപ്പർ മൂണിനെ നമ്മൾ എന്താ പറയുക, ബ്ലൂ മൂൺ എന്നാണ് പറയുക. ഓക്കെ, അവിടെ എങ്ങനെയാ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫുൾ മൂൺസിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 31 ഡേയ്സിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഫുൾ മൂൺസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 31 ഡേയ്സിനേക്കാൾ കുറവ് വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ബ്ലൂ മൂൺ എന്നൊരു പ്രതിഭാസം അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അങ്ങനെ വരുമ്പോ നമ്മൾ മന്തിൽ വരുന്നതിന് ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു വർഷത്തിൽ തന്നെ 2ഓ അതിൽ കൂടുതലോ ബ്ലൂ മൂൺസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ വർഷത്തെ നമ്മൾ ബ്ലൂ മൂൺ ഇയർ എന്നാണ് പറയുന്നത്. 12 മാസം ഉണ്ട് അല്ലെ, ഈ 12 മാസത്തിലെ ഏതെങ്കിലും 2ഓ 3ഓ 4ഓ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലൂ മൂൺ അപ്പിയർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനത്തെ 2-3 മാസങ്ങളിൽ 2 തവണ ഫുൾ മൂൺ ഉണ്ടാവുകയാണെന്നാണെങ്കിൽ ആ ഒരു വർഷത്തെ നമ്മൾ എന്താ പറയുക, ബ്ലൂ മൂൺ ഇയർ എന്നാണ് പറയുക. അപ്പൊ ബ്ലൂ മൂൺ എന്താണെന്ന് ചോദിക്കാറുണ്ട്, ബ്ലൂ മൂൺ ഇയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അടുത്തത് ബ്ലഡ് മൂൺ. ലൂണാർ എക്ലിപ്സിന്റെ സമയത്ത്, ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചന്ദ്രഗ്രഹണം അല്ലെ, ചന്ദ്രഗ്രഹണത്തിന്റെ സമയത്താണ് നമ്മൾ എന്ത് കാണുക, ബ്ലഡ് മൂണിനെ കാണുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്ലിപ്സ് നടക്കുമ്പോൾ, ഗ്രഹണം നടക്കുന്ന സമയത്ത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് സണ്ണിൽ നിന്നുള്ള റെഡ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂണ് റെഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റെഡ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട്, സണ്ണിൽ നിന്നുള്ള റെഡ് ലൈറ്റ് എക്ലിപ്സിന്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത് റിഫ്ലക്ട് ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ റിഫ്ലക്ഷനിൽ കൂടെ നമുക്ക് എന്ത് തോന്നും, മൂണ് എങ്ങനെ ഇരിക്കുന്നതായിട്ടാ തോന്നുക, റെഡ് കളറിലാണെന്ന് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ലൂണാർ എക്ലിപ്സ് സമയത്തുള്ള മൂണിനെയാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മളെ ദൗത്യങ്ങൾ. നമ്മൾ ചന്ദ്രയാൻ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഇപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് കുറേ നമ്മൾ കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെയിമാണ് ചന്ദ്രയാൻ. എന്താണ് ചന്ദ്രയാൻ?
എന്താണ് ചന്ദ്രൻ എന്ന് പഠിക്കാൻ നമ്മൾ വിട്ട, ഇന്ത്യയിൽ നിന്നും വിട്ട സാധനം അല്ലെങ്കിൽ ഒരു വിക്ഷേപണമാണ്, ദൗത്യമാണ് ചന്ദ്രയാൻ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ISRO 2008 ഒക്ടോബർ 22-നാണ് ആദ്യമായിട്ട് ചന്ദ്രയാൻ 1 മൂണിന്റെ ഓർബിറ്റിൽ കൊണ്ടുപോയിട്ട് ലോഞ്ച് ചെയ്യണത്. അത് ലോഞ്ച് ചെയ്ത വെഹിക്കിൾ PSLV C1 ആയിരുന്നു. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ട സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ആദ്യത്തെ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തത്. അത് എപ്പോഴായിരുന്നു? ഒക്ടോബർ 22, 2008 ഒക്ടോബർ 22-ന് കൊണ്ടുപോയ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു? PSLV C1. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഏത് ലോഞ്ച് വെഹിക്കിൾ ആണ് യൂസ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്, അതിന്റെ ഡേറ്റും ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. ചന്ദ്രയാൻ 1 ഒരു സക്സസ് മിഷൻ ആയിരുന്നു. അത് എന്ത് സംഭവിച്ചു? അവിടെ ലോഞ്ച് ആയിട്ട് അവിടെ നിന്ന് എന്ത് തരുന്നുണ്ടായിരുന്നു നമുക്ക്? മൂണിന്റെ സർഫേസ്, അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ എൻവയോൺമെന്റ്, അവിടുത്തെ സോയില്, മിനറൽ, ഐസ്, ഹീറ്റ്, വെതർ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കൂടുതലായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു തരണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത മിഷൻ നമ്മൾ ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2-നെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം അല്ലെ. അത് ലോഞ്ച് ചെയ്തത് 2019 ജൂലൈ 22 ആയിരുന്നു ലോഞ്ച് ചെയ്തത്. വെഹിക്കിള് LVM-3 ആയിരുന്നു. LVM-3-ലായിരുന്നു ലോഞ്ച് ചെയ്തത്. പക്ഷേ അവരത് അവിടെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്തു. അത് അവിടെ എന്താ പറയാ, ഓർബിറ്റിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ സിഗ്നൽ കിട്ടാണ്ടായി. എപ്പോഴാ കിട്ടാണ്ടായത്? 2019 സെപ്റ്റംബർ 6-ന് ലാൻഡറുമായിട്ടുള്ള കോണ്ടാക്ട് ലോസ്റ്റ് ആയി. ഇത് നമ്മള് ഈ അടുത്ത് ഒരു ചന്ദ്രയാൻ 3 സക്സസ് ആയി. കഴിഞ്ഞ വർഷം 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 സക്സസ് ആയപ്പോ നമ്മൾ കുറേ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? 2019-ലെ ഓർമ്മയില്ലെങ്കിൽ പോലും 23-ലെ വീഡിയോസിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വന്നത്. അതായത് നമ്മുടെ ISRO ചെയർമാൻ ശിവൻ, ഓക്കെ, അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹം കരയുന്നതും ഒരെണ്ണം സക്സസ് ആവുന്നതുമായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ ആ സമയത്ത് ഭയങ്കര വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ 6 2019-നായിരുന്നു ആ വീഡിയോ പുറത്തിറങ്ങിയത്, കരയുന്ന വീഡിയോ. അതെന്ത് സംഭവിച്ചതാണ്? ചന്ദ്രയാൻ 2 ഫെയിലിയർ ആയതായിരുന്നു. ഫെയിലിയർ ആയതിന്റെ വിഷമമായിരുന്നു അവരന്ന് കാണിച്ചത്. എന്നാൽ അതേ ദൗത്യ സംഘം ജൂലൈ 14, 2023 എഗെയിൻ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. ഈ ടൈം ഗ്യാപ്പ് വന്നത് എങ്ങനെയാണ്? കോവിഡ് കാരണം, അതുപോലെ ഒരുപാട് ഇഷ്യൂസ് കാരണമാണ് 2021-ലും 2022-ലും ലോഞ്ച് ചെയ്യാൻ വിചാരിച്ചത്. നീട്ടിവെച്ചാണ് 2023 ജൂലൈ 14 ISRO ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. LVM-3 തന്നെയായിരുന്നു ലോഞ്ച് വെഹിക്കിൾ. ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് അവരുടെ ഒരു സന്തോഷ പ്രകടനത്തിന്റെ ഒരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യത്തെ വീഡിയോയും ഒരുപാട് വട്ടം വൈറലായിട്ട് കണ്ടത്. ഞാൻ കണ്ടത് അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോലും 2019 ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോലും അത് ഒരുപാട് അതിന്റെ ഡെപ്ത് എന്താണ്, അതെന്തിനാണ് അത്രത്തോളം ഫീലിങ്സ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത് രണ്ടാമത് സക്സസ് ആയ ഒരു ജേർണിയുടെ ഇമ്പാക്റ്റും ഫെയിലിയർ ആയ ഒരു ജേർണിയുടെ ഇമ്പാക്റ്റും ഒരുമിച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 1 എപ്പോഴായിരുന്നു? 22 ഒക്ടോബർ 2008-ലായിരുന്നു. ചന്ദ്രയാൻ 2 എപ്പോഴായിരുന്നു? 22 ജൂലൈ 2019-ലായിരുന്നു. അത് ഫെയിലിയർ ആയിരുന്നു. ചന്ദ്രയാൻ 3 14 ജൂലൈ 2023-ലായിരുന്നു. ഇത് ഡേറ്റ്സ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ലോഞ്ച് വെഹിക്കിളും ചോദിക്കാറുണ്ട്. 2-ഉം 3-യും ലോഞ്ച് ചെയ്തത് LVM-3-ലാണ്. 1 ലോഞ്ച് ചെയ്തത് PSLV C1-ലാണ് ചന്ദ്രയാൻ 1 ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൂണിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഇത്രയും നേരം കേട്ടതും കണ്ടതും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസും ക്വസ്റ്റ്യൻസും
അതുപോലെ തന്നെ ടിപ്പുകൾ, ട്രിക്കുകൾ ഒക്കെ അറിയാനും നമ്മുടെ സിലബസ്, എക്സാം ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.